ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ പാഠമായിട്ടുള്ള വരയ്ക്കാം പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം ഇങ്ങനെ ഓർത്തിരിക്കുക. സ്വരാജ് റൗണ്ട് എന്ന പേരിൽ വൃത്താകൃതിയിലുള്ള റോഡ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായി നാം കണക്കാക്കുന്നത്. ഇനി നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ദിശ കിഴക്കാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കിഴക്ക് അടിസ്ഥാനമാക്കി മറ്റു ദിശകൾ കണ്ടെത്താൻ കഴിയും. കിഴക്കിന് എതിർവശം പടിഞ്ഞാറ്. ഒരു വ്യക്തി ഉദയസൂര്യന് അഭിമുഖമായി, അതായത് കിഴക്ക് ദിശയിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ വലതു കൈ വരുന്ന ഭാഗം തെക്കും ഇടത് കൈ വരുന്ന ഭാഗം വടക്കും ആയിരിക്കും. ദിശ അറിയുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം. ഇനി എന്താണ് വടക്കു നോക്കി യന്ത്രം എന്ന് നോക്കാം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. ഇനി എങ്ങനെയാണ് ഭൂപടത്തിലെ ദിശകൾ നോക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഭൂപടത്തിലെ ദിശകൾ. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിൻ്റെ ചുവടുഭാഗം തെക്ക് ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. ഈ രണ്ട് ചിഹ്നങ്ങളാണ് സാധാരണയായി ഭൂപടങ്ങളിൽ ദിശയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ. ഇതാണ് ഭൂമധ്യരേഖ. അപ്പോൾ എന്താണ് ഭൂമധ്യരേഖ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള അല്ലെങ്കിൽ വടക്കു ഭാഗത്തുള്ള ഭാഗത്തെ നമ്മൾ വടക്കേ അർദ്ധഗോളമെന്നും അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളമെന്നും താഴെയുള്ള അല്ലെങ്കിൽ തെക്കുള്ള ഭാഗം തെക്കേ അർദ്ധഗോളം അഥവാ ദക്ഷിണാർദ്ധഗോളമെന്നും അറിയപ്പെടുന്നു. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി അല്ലെങ്കിൽ കുറുകെ മുകളിലും താഴെയും വൃത്താകൃതിയിൽ വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകളുടെ കോണീയ അളവ് 0 ഡിഗ്രി ആണ്. ഭൂമിയുടെ ലംബമായി അതല്ലെങ്കിൽ നെടുകെ വെർട്ടിക്കലി ഇരുവശത്തും വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. ഗോളാകൃതിയുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും. അപ്പം എന്താണ് ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും. ഭാഗത്ത് കേരളത്തിൻ്റെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പറയുന്നുണ്ട്, തന്നിരിക്കുന്ന ഭൂപടത്തിൽ ABC എന്നിങ്ങനെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവ യഥാക്രമം ഭൂപടത്തിൻ്റെ തലക്കെട്ട്, ദിശ, സൂചിക എന്നിവയാണ്. കാണാം അല്ലേ? അപ്പോൾ ഇവിടെ A എന്നുള്ളത് കേരളം രാഷ്ട്രീയ ഭൂപടം എന്നുള്ളതാണ്, അത് തലക്കെട്ടാണ്. B ഇവിടെ നമുക്ക് കാണാം, മറ്റേ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മുടെ ദിശയാണ്. അതിനുശേഷം ഇവിടെ താഴെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് C കാണാം, അത് എന്താണ്? അത് ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള സൂചിക എന്ന് നമുക്കതിനെ പറയാം. ഓക്കെ. തൃശ്ശൂരിന് വടക്ക് കടലിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെ? മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ്. അടുത്തത് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് ആണ്. ഇനി തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്ന് ഇരിക്കുന്ന ജില്ലകളിൽ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളാണ്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഗ്ലോബിലും ഭൂപടങ്ങളിലും ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നീല നിറം ആണ്. ഇനി എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിൻ്റെ ആസ്ഥാനം. ഓക്കെ. അപ്പോൾ എന്താണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ.
കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത്. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ വടക്ക് നിന്ന് തെക്കോട്ട്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ. കേരളത്തിന് 2 അയൽ സംസ്ഥാനങ്ങളാണുള്ളത്, കർണാടക, തമിഴ്നാട്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്ന് അറിയാമോ? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യയുടെ അതിർത്തി, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അയൽ രാജ്യങ്ങൾ മുതലായവ രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിച്ച് ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. ഒന്നാമത്തേതാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ, അത് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ, അത് അറബിക്കടലാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു? കിഴക്ക് ഭാഗത്ത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്കേ അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങളാണുള്ളത്. കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളും സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളും. കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ മാലിദ്വീപ്, ശ്രീലങ്ക. ഇവ രണ്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേരും അതുപോലെ തന്നെ അവിടെ തലസ്ഥാനങ്ങളും എന്നുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഉത്തർപ്രദേശ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അതിർത്തി പങ്കിടുന്ന രാജ്യം നേപ്പാൾ. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അവിടുത്തെ നൃത്തകലയാണ് കഥക്. പ്രധാന നഗരങ്ങളാണ് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര ആൻഡ് അലഹബാദ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് ഉത്തർപ്രദേശിലാണ്. പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള കുറിപ്പ് വായിക്കും. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തു നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മാലിന്തി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. വാസ്കോഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഏതൊക്കെ സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇന്ത്യയിലെത്തിയത്? അറ്റ്ലാന്റിക് അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രം. ഈ 2 സമുദ്രങ്ങളും മറികടന്നിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. മറ്റ് സമുദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് 5 മഹാസമുദ്രങ്ങളാണ് നമുക്ക് ഉള്ളത്. നമ്മളതിനെ പൈസ എന്നുള്ള രീതിയിൽ നമ്മളതിനെ എന്താ പറയുക അക്രോണിമൊക്കെ ചെയ്യാറുണ്ട്. പസഫിക് ഓഷൻ അഥവാ ശാന്ത മഹാസമുദ്രം, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, സതേൺ സമുദ്രം അഥവാ അന്റാർട്ടിക് സമുദ്രം, അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രം. ഇത്രയും 5 സമുദ്രങ്ങളാണ്, മഹാസമുദ്രങ്ങളാണ് നമുക്കുള്ളത്. അതിനെ നമ്മൾ കോഡ് പൈസ എന്ന് പറയാറുണ്ട്. ഏറ്റവും വലുത് പസഫിക് സമുദ്രമാണ്. അതിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളെയും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവ ഏതൊക്കെ? അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങളാണ് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. ലോക ഭൂപടം, അറ്റ്ലസ് എന്നിവയുടെ സഹായത്തോടെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. വർക്ക്ഷീറ്റ് സവിശേഷതകൾ ഭൂഖണ്ഡം. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാം? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏഷ്യ.
അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക.